ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അപ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞൊരു ഉമ്മ കൊടുക്കുക. ഉച്ചക്കലത്തെ കറിയാണ് വെക്കാൻ പോണത്, പറഞ്ഞിട്ട് കാര്യമില്ല. സമയം 9 മണിയായിട്ടുള്ളൂ. 9 മണിക്ക് തന്നെ കൂട്ടാനൊക്കെ വെച്ച് ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് നല്ല സുഖമായിട്ട് റെസ്റ്റ് എടുക്കാനാണ് നമ്മൾ കൂട്ടിയിട്ട് പരിപാടി. കാരണം വേറെ ഒന്നുമല്ല, എല്ലാവർക്കും അറിയാമല്ലോ ചൂട് സഹിക്കാൻ പറ്റാത്തൊരു പിന്നെ അല്ലെങ്കിൽ ഞാൻ അല്ലാത്ത സമയത്തൊക്കെ എപ്പോഴറിയാം, ഒരു 12 മണിക്ക് അടുക്കളയിൽ കയറുള്ളൂ. രാവിലത്തെ കഴിഞ്ഞ് കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് കുറേ നേരം അങ്ങനെ ഇരിക്കും. എന്നിട്ട് ഒരു 12 മണിയാകുമ്പോൾ അടുക്കള കയറും. അത് 1 മണിയാകുമ്പോഴേക്കും എല്ലാവും. പിന്നെ 1:30 ആകുമ്പോഴല്ലേ ഭക്ഷണം കഴിക്കേണ്ടത് ചൂടോടെ. പിന്നെ കഷ്ടകാലത്തിന് ഇന്ന് ഒരു ചാറൽ മഴയും പെയ്തു. അപ്പോൾ 9 മണിക്ക് തന്നെ ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു ആ മഴ പെയ്തത് കൊണ്ടമ്മ ചാറൽ മഴ ചെറുതായിട്ട് പെയ്തില്ലേ? ഇല്ലല്ലോ, പറയണല്ലോ. ഉണക്കമത്തി എന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് മനസ്സിലാവും. വെണ്ടയ്ക്ക ഇതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇതൊരു പഴയ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ അമ്മയുടെയാണ്. അപ്പൊ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ പൊന്തങ്കായ ഇല്ലേ, അതും ഇടാം. പക്ഷെ ഇതിന്റെ കൂടെ അല്ല, പൊന്തങ്കായും മീനും വെക്കും അമ്മ. അതുപോലെ വെണ്ടയ്ക്ക് ഉണക്കമീനും കൂടി വെക്കുക. ഇത് ഈ ഉണക്കമീനിന് ഇടുന്ന വെണ്ടയ്ക്ക തിന്നാൻ നല്ല രസമാണ്. അതുകൊണ്ട് ഇന്നത് വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതിനധികം സാധനങ്ങളൊന്നും വേണ്ട. ഒരു 2 വെളുത്തുള്ളിയുടെ അല്ലി, ഇത്തിരി ഇഞ്ചി, ഒരു 3 പച്ചമുളക്, കറിവേപ്പില. ഈ ഉള്ളി വെറുതെ അങ്ങനെ ഇടാനാ, വാട്ടാനൊന്നല്ല. പിന്നെ മല്ലി കുറച്ച് കൂടുതൽ, മുളക് അങ്ങനെയുള്ള മുഴുവൻ മുളക് അരച്ചതാണ്, പൊടിയല്ല. അപ്പോൾ മുഴുവൻ മല്ലി മുളകും കൂടി ഒന്നിങ്ങനെ ചൂടാക്കിയിട്ട് മഞ്ഞളും കൂട്ടി കുറച്ച് കറിവേപ്പില കൂട്ടിയിട്ടുണ്ട്, 2-3 ഇതാണ്. പിന്നെ 2 ചെറിയുള്ളിയും കൂട്ടി അരച്ചതാണ്. അത് നമ്മുടെ കറിക്ക് അനുസരിച്ച്, വേറെ ഒന്നുമില്ല അതിൽ, നാളികേരം ഒന്നും വേണ്ട. സമ്മതിച്ചു. നീ പോടാ. പിന്നെതാ പുളി, ആവശ്യത്തിന് നമ്മുടെ പുളിപ്പിനനുസരിച്ച് പുളി. പിന്നെ വേണ്ട. പിന്നെ അവസാനം വറവിടേണ്ട ഇത്തിരി ചെറിയുള്ളി, പിന്നെ ഒരു ഉലുവ, കറിവേപ്പില, ഇത്രേ വേണ്ടു. പിന്നെ ഞാൻ അപ്പൊ ഈ മത്തി തന്നെ ഒരു കുറച്ച് മുളകൊക്കെ പരട്ടി വെച്ചു, ചെറുനാരങ്ങ നീരും കുരുമുളക് പൊടി, ഇത് വറക്കാൻ. അപ്പൊ അത് കൂടുതലുണ്ടാകുന്നല്ലോ. അപ്പൊ പിന്നെ കുറച്ചായി നിർത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇത്തിരി ചെറുനാരങ്ങ നീരൊക്കെ ഒറ്റിച്ച് വെച്ചു. പച്ചമീനല്ല കേട്ടോ, ഉണങ്ങിയ മീൻ. എല്ലാം ഉണക്കമീനാണെന്ന്. ഉണക്കമീനാണ്. കുറച്ച് പയറുപ്പേരി വെക്കും. അത്ര പയർ നന്നാക്കിയിട്ടില്ല, അതൊന്നും ഇപ്പൊ കാണിക്കില്ല. അപ്പൊ നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് നമുക്ക് ആദ്യം അരപ്പിട്ട് കൊടുക്കാം. അരപ്പിന്റെ വെള്ളം കൂടി ഉണ്ട്, അതും കൂടി. നാളെ മുതൽ മഴ വരുന്നൊക്കെ പറയുന്നുണ്ട്, പെയ്യോ അമ്മ? പറയില്ല മോനെ, പെയ്താ മതിയായിരുന്നു. അമ്മ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ മഴ പെയ്യട്ടെന്നൊക്കെ പറയുന്നുണ്ടോ? പറയും. പിന്നെ അത് പറയാണ്ടിരിക്കുവോ? മഴ പെയ്താലല്ലേ നമുക്കൊരു ആശ്വാസം, ലോകത്തിന് തന്നെ. നമുക്ക് മാത്രമല്ലല്ലോ, ഉത്തരേന്ത്യയിൽ വെള്ളപ്പൊക്കം, എത്ര പക്ഷി മൃഗാദികൾക്കും മനുഷ്യർക്കും. ഉത്തരേന്ത്യയിലെ ചില ഭാഗങ്ങളിലൊക്കെ നല്ല വെള്ളപ്പൊക്കം. നമുക്കിതാ ഈ ഇഞ്ചി അരിഞ്ഞത് ചെറുതായിട്ട്, അതുപോലെ ഈ ഒരു കഷ്ണം, പിന്നെ പച്ചമുളക്, പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില. സത്യം പറഞ്ഞാൽ കറിവേപ്പില അടക്കം ഇല്ലാണ്ടായി മരത്തിലല്ലേ? അതടക്കം എല്ലാം ഉണങ്ങി, കറിവേപ്പില കരിഞ്ഞു പോയി. ഒരു ഗുണം കിട്ടില്ലല്ലോ, അതന്നെ എല്ലാം കരിഞ്ഞു പോയി. യഥാർത്ഥത്തിൽ ഇപ്പൊ എല്ലാ കാലവും ഉണ്ടാവുന്ന അത്ര മാങ്ങ കൊല്ലുണ്ടായോ? ഇല്ല, എവിടെയോ കുറച്ചുണ്ടായി, അത് കഴിഞ്ഞു. പുളി വെള്ളം ഒഴിച്ചു എല്ലാം ഒഴിച്ചിട്ട് ശരിക്കും ഒരുപാട് എന്താ പറയാ, ഹാർഡ് ഫുഡ് ഒന്നും തിന്നാൻ തോന്നുന്നില്ല അല്ലമ്മ? ആർക്കും തോന്നുന്നില്ല. അതെ, ഉണക്കമീനിന്റെ എപ്പോഴെങ്കിലും കഴിക്കുമ്പോൾ അതിന്റെ രുചി തന്നെ വേറെ. എപ്പോഴെങ്കിലും അല്ല, ഉണക്കമീൻ ഒരു കഞ്ഞിയുടെ ഒപ്പാണെങ്കിലും. ശരിക്കും പറഞ്ഞാൽ കഞ്ഞിയൊക്കെ കഴിച്ചിട്ട് കാലം കൂടെ ആയി. അപ്പൊ ഇതിന് ഉപ്പ് കുറച്ചേ വേണ്ടു, എന്താ വെച്ചാൽ മീനിൽ ഉപ്പ് ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മളൊരു ഇത്തിരി ഉപ്പ് പിന്നെ നോക്കിയിട്ട് നോക്കിടാം. അപ്പൊ ഇത് തിളക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്തറിയോ? പറയാൻ പോണത് എന്തറിയോ?
അമ്മ, ഈ ഭക്ഷണം എന്ന് പറയുന്നത് സംഭവം ഉണ്ടല്ലോ, ഇത് എങ്ങനെയാണെങ്കിലും ഇപ്പം ഇപ്പോൾ ഈ അത്ത വേനൽക്കാലാണ്, അതായതുകൊണ്ട് മാത്രം ജനങ്ങൾ ചിലർ എന്താ ചെയ്യണം അറിയോ? വെറും തൈര് കൂട്ടി ചോറുണ്ണുക. അല്ല, അമ്മ അങ്ങനെ തന്നെ. നമ്മുടെ മാത്രമല്ല പറയണതമ്മ, ഒരു 80% ആൾക്കാർ. ഇന്നിപ്പോൾ ഞാൻ ഇന്നലെയൊക്കെ പുറത്ത് പോയപ്പോൾ ഞാൻ കണ്ടപ്പോൾ കേട്ട കഴിവുകൾ മുഴുവനോ സംഭാരം കുടിക്കുക, ഉച്ചയ്ക്കുള്ള ചോറ് ചിലർ വേണ്ടാതെ വയ്ക്കുകയാണ്. കാരണം എന്താ പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലൊരു പ്രതിരോധ ശക്തി എന്ന് പറയില്ലേ, വേർപ്പ് ഇങ്ങനെ ഇറങ്ങിപ്പോയി വിശപ്പില്ലാണ്ടാവുകയാണ് ഉച്ചയാകുമ്പോൾ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, വൈകിട്ടും വലിയ കുഴപ്പമില്ലാണ്ട് ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷെ ഉച്ച നേരത്തെ ഭക്ഷണം തീരെ കഴിക്കില്ല ആൾക്കാരെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? എവിടെ പോകുമ്പോഴും ആൾക്കാർ പറയണം എന്തറിയോ, ഉച്ചയ്ക്ക് എന്ത് ഭക്ഷണം കഴിക്കണമല്ലോ പറഞ്ഞ് കഴിക്കുന്ന ആൾക്കാരെ കുറച്ച്. പിന്നെ ചിലർ ഇങ്ങനെ ഒരുപാട് അധ്വാനിക്കുന്ന ആൾക്കാർക്ക് കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ വീട്ടിലിരിക്കുന്ന ആൾക്കാർ, മിക്കവാറും ആൾക്കാരൊക്കെ സംഭാരം കുടിച്ച് വയറ് നിറയ്ക്കുകയാണത്ര. പിന്നെ ഒരു പിടി ചോറ് ഉണ്ടില്ല എന്ന് വരുത്തിയാണ്. കാരണം അത്രത്തോളം മോശമാണ് ക്ലൈമറ്റ്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് വിശപ്പില്ലെങ്കിൽ കഴിക്കാണ്ടിരിക്കുകയാണ് നല്ലത്. അല്ലമ്മ, നന്നായി വിശന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് 1 മണിയായി 1:30 മണിയായി എന്ന് പറയുമ്പോൾ ഇത് ഊണ് കഴിക്കേണ്ട സമയമാണ്, വന്നിട്ട് ഊണ് കഴിക്കേണ്ട ഒരു അർത്ഥമില്ല. കാരണം നമ്മുടെ വയറിന് തോന്നണം വിശപ്പ് വേണമെന്നിട്ട് തോന്നൽ വേണം. അപ്പോൾ വിശപ്പും ഭക്ഷണവും ഈ കാര്യം പറയുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ അമ്മ, ഈ ഒരു പഴയൊരു കഥയുണ്ട്. അത് ഒരു കന്നഡ നടൻ എന്ന് പറഞ്ഞ സാധാരണ നടനല്ല, കർണാടകത്തിലെ പ്രസിദ്ധനായ നടൻ രാജ്കുമാർ എന്ന് വെച്ചാൽ അവിടത്തെ എല്ലാവർക്കും അറിയാമായിരിക്കും. വീരപ്പൻ പിടിച്ചുകൊണ്ടുപോയി 48 ദിവസമോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള നടനാണ്. ഇഷ്ടം എന്ന് പറഞ്ഞ ആള് നടന മാത്രമല്ല, നടുപ്പില് ആളെല്ലാം ഇതുവരെ ആരും ഉണ്ടായിട്ടില്ല. കന്നഡ സിനിമയിൽ ഉണ്ടായിട്ടില്ല ഒരാളുമില്ല. പക്ഷെ എന്നാലും അതിനേക്കാളും ഇഷ്ടം എന്താ അറിയോ, ആ സരളമായ ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ. അതെന്താ അറിയോ, ആ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അത്രയും ഉയർന്ന. ഈ കഥ ഞാൻ ചോദിക്കാനും അതിന് മുമ്പ് ആ കഥ എന്തുകൊണ്ട് പറയാമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ കഥ ഞാൻ അമ്മേൻ്റെ അടുത്ത് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് ഒരു അല്പം ഐശ്വര്യം പെട്ടെന്ന് ഇപ്പോൾ ഈ രാജ്കുമാർ എന്ന് പറഞ്ഞ വ്യക്തി ഒന്നും ഇല്ലായ്മെന്ന് മുന്നോട്ട് വന്നൊരു വ്യക്തിയാണ്. എന്ന് വെച്ചാൽ സാധാരണ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച് എരുമേനെ മേയിച്ചുകൊണ്ടൊക്കെ നടന്ന ഒരാളാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ സാധാരണ കുടുംബം, വലിയ വിദ്യാഭ്യാസവും ഇല്ല, ഒന്നുമില്ല. കല അത് ദൈവതുല്യമായിട്ട് ആളുടെ ഒപ്പം ഉണ്ടായിരുന്നു. അച്ഛൻ നാടക നടനായിരുന്നു. സ്ക്രീൻ വലിക്കാൻ പോകേണ്ടായ ആളാണ് നാടകത്തിൽ. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു കഥാപാത്രം കിട്ടി. അങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തി ഒരു കാലത്ത് ഈ ലോകം മുഴുവൻ കീഴടക്കാൻ മാത്രം പൈസ ഉണ്ടെങ്കിലും മൂപ്പൻ്റെ സരളമായ ജീവിതം, ഇന്നത്തെ കാലത്ത് ഒന്നുമില്ലാത്തവന് പെട്ടെന്നൊരു പൈസ കിട്ടുകയാണ്. അവനെല്ലാം മറക്കും, വന്ന വഴികൾ മറക്കും, ഇന്നലകളിൽ ഞാൻ എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങൾ മറക്കും, ഇന്നലെ എൻ്റെ ഒപ്പം ആരുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ മറക്കും. നമ്മുടെ അതേ സ്റ്റേജിലുള്ള ആൾക്കാരെ കാണുമ്പോൾ പുച്ഛിക്കും. ഇന്ന് എനിക്ക് കിട്ടിയ ഇന്നത്തെ ഞാൻ മാത്രമാണ്, ഇന്നലകളിൽ ഞാൻ എന്താണെന്ന് ഓർക്കും കൂടില്ലാത്ത മനുഷ്യൻ്റെ ഈ കാലഘട്ടത്ത് ഈ കഥ പറയാൻ സ്ഫൂർത്തിയാവൻ എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ഏറ്റവും മഹത്തായ വ്യക്തിയായത് മാറിയതെന്ന് പറഞ്ഞാൽ ഒരുപാട് നടന്മാരുണ്ട്. ഇപ്പോൾ തമിഴിൽ ശിവാജി ഗണേശനുണ്ട്, അങ്ങനെ ഒരുപാട് നടന്മാരുണ്ട്. അപ്പോൾ അവരൊക്കെ ആവാത്ത ഒരു സ്ഥാനത്ത്, ദൈവങ്ങളിലെ കാണാത്തൊരു സ്ഥാനത്ത് ആ നാട്ടിലെ ജനതകൾ എന്തിനാണ് രാജ്കുമാറിനെ കണ്ടെന്ന് പറഞ്ഞാൽ ആളുടെ സരളതയാണ് ആദ്യം. പിന്നെ ആൾ എല്ലാത്തിനും കൊടുക്കുന്ന ആ ബഹുമാനം. അതോടൊപ്പം ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയിട്ട് അവിടുത്തെ ഒരു ചെറിയ തട്ടുകടയിൽ, എന്ന് വെച്ചാൽ ആൾക്കൊരു ശീലമുണ്ട്, എവിടെ ഷൂട്ടിങ്ങിന് പോയാലും അവിടെ വലിയ വലിയ ഹോട്ടലുകളല്ല, ചെറിയ ഹോട്ടലുകളല്ല, പഴയ ഒരു നോസ്റ്റാലജിക്ക് തിരിച്ചു പോകാനുള്ള നമ്മുടെ കാലത്തെ ആ ഓർമ്മയിലൊക്കെ തിരിച്ചു പോയി. ഗ്രാമങ്ങളാണെങ്കിൽ പ്രത്യേകിച്ചും അങ്ങനെയുള്ള ഹോട്ടലുകളുണ്ടെങ്കിൽ മെല്ലെ വണ്ടി കയറി ആരെങ്കിലും ഒരാളൊപ്പം ഉണ്ടാവും, മെല്ലെ പോയി കഴിക്കും അല്ലേ? അങ്ങനെ ഒരു കഥയുണ്ട്. ഗ്രാമത്തിലൊരു ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആൾക്ക് ആളുടെ ഇഷ്ട ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി ഇവിടെ ഒരു കാത്തിരിക്കുകയാണ്. പക്ഷെ ആള് മെല്ലെ ആളുടെ ഒരു അസിസ്റ്റന്റ് ആരോ ഒരാളെ കൂട്ടി മെല്ലെ പോയി ഇവിടെ ചെറിയ വല്ല കടകളുണ്ടോ എന്ന് തെരഞ്ഞു. അപ്പം അവിടെ പോയപ്പോൾ ഒരു ചെറിയ കട. അപ്പം അവരത് രാവിലത്തെ ഭക്ഷണം മാത്രമേ ഉള്ളൂ, ഉച്ചക്കില്ല. അപ്പം ഇത് ഉച്ച നേരമല്ലേ, ഇത് എന്താ കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ചിത്രന്ന എന്ന് പറയും, അതായത് തക്കാളി സബോളയൊക്കെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഞാനൊക്കെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ആ റൈസ് അതിൻ്റെ കൂടെ എന്തോ ഒരു ചട്നി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആള് എന്തായാലും കഴിയാറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കടയിൽ കടയ്ക്കാൻ പോവുക. കാരണം അവർക്ക് ഉച്ചഭക്ഷണം ഇല്ല, കാലത്തെ മാത്രം. കാലത്ത് ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. ഇപ്പം ഇത്തിരി ചിത്രണ്ണ മാത്രമേ ഉള്ളൂ എന്ന് പറയും. അപ്പൊ എന്തായാലും വന്നതല്ലേ, അല്ലെങ്കിൽ അത് എടുത്തോളൂ. അത് രാജ്കുമാരല്ലേ, നടനാണ്, നടനല്ലേ വന്നിരിക്കുന്നു. അവർക്ക് കയ്യും കാലമൊന്നും ഓടുന്നില്ല. ഉണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ ചോദിച്ചപ്പോ അതൊന്നും വേണ്ട, ഇപ്പൊ എന്താ ഉള്ളത് വെച്ചാൽ അത് മതിയായിരുന്നു. അത്രയും നല്ല ഭക്ഷണം അവിടെ ലൊക്കേഷനിലുണ്ട്, അത് വിട്ടിട്ടാണ് ആളെങ്കിലും വന്നിരിക്കുന്നത്. അപ്പോൾ അവർ അത് കൊടുത്തു.
അവർ ഭയഭക്തിയോടെ അത് വിളമ്പിയിട്ട് കഴിച്ചു. ആള് ചിരിച്ച് അങ്ങനെ കഴിച്ചുകൊണ്ട്. അപ്പോൾ കൂടെയുള്ള ആളത് വായിൽ വെച്ചിട്ട് ഇത് ആൾക്ക് മനസ്സിലായി ഇത് അതായത് നല്ല ഇപ്പം ഇതുപോലെ ചൂടുകാലം ഒക്കെയാണ്. അപ്പോൾ അത് രാവിലെ വെച്ചതല്ലേ, കുറച്ച് അതിൻ്റെ ഒരു രുചി വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്കത് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആൾ മെല്ലെ ആളുടെ ചെവിയിൽ പറഞ്ഞിട്ടില്ല, രാജ്കുമാറിൻ്റെ ചെവിയിൽ അണ്ണാവരെ എന്നാണ് വിളിക്കുക എല്ലാവരും. അപ്പം അണ്ണാവരെ അത് ഭക്ഷണം കുറച്ച് അമ്മ ഉറക്കെ പറയും, ഇവിടെ കേൾക്കില്ല. അപ്പൊ ആള് പറഞ്ഞു ഇത്ര മിണ്ടരുത്, ഈ കാര്യം മിണ്ടരുത്, മിണ്ടാണ്ട് കഴിക്കുക, നിനക്ക് വേണ്ടേ നീ കഴിക്കണ്ട, പക്ഷെ മിണ്ടരുത് പറഞ്ഞത്. അങ്ങനെ ആളത് ആസ്വദിച്ച് കഴിച്ച പോലെ കഴിച്ചു, മുഴുവൻ കഴിച്ചു, ഒരു വറ്റുപോലും വെക്കാണ്ട് കഴിച്ചു. അത് കണ്ടപ്പോൾ അയാൾക്കും തോന്നിത്ര, അയ്യോ ഇത്രയും വലിയ ആളിത് കഴിക്കുമ്പോൾ ഞാനിതിങ്ങനെ കഴിക്കാണ്ടിരുന്നുണ്ടെങ്കിൽ ശരിയാവില്ല. പക്ഷെ ആളും കഴിച്ചു. എന്നിട്ട് അവിടുന്ന് അവരോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് പൈസ കൊടുക്കുമ്പോൾ മേടിക്കില്ല അത്രവര്. പക്ഷെ അല്ല, നിങ്ങൾ ബുദ്ധിമുട്ടിയതല്ലേ, നിങ്ങളുടെ അധ്വാനല്ലേ, അതൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ നിർബന്ധിച്ച് പൈസയൊക്കെ കൊടുത്ത് ആള് അവരോട് യാത്രയൊക്കെ പറഞ്ഞ് വളരെ നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടോട്ടെ. ഇതിപ്പോൾ തിളച്ചു. ഇനി നമുക്ക് ഈ മത്തി കഴുകി വൃത്തിയാക്കിയത് ഇതിലിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഈ വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒരു കോമ്പിനേഷൻ പണ്ടമ്മ ഏതിലാണ്, അങ്ങനെ ചെമ്മീനിലായിരുന്നു? അത് പച്ചച്ചെമ്മീനിൽ. പച്ചച്ചെമ്മീനിൽ അല്ലേ? പച്ചച്ചെമ്മീനിൽ ഇത് ഇടാറില്ലേ അമ്മ? ലേഡീസ് ഫിംഗർ. അതല്ലേ ഇത്? അല്ല ഇതല്ല, സോറി, ലേഡീസ് ഫിംഗറിൽ എന്താ അതിനെ പറയാ? മുരിങ്ങക്കായ. അത് നന്നായിരിക്കും. അപ്പോൾ ഇതിട്ടു. ഇതിന് അരച്ച് ഞാനല്ല അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ വേർപ്പൊന്ന് തുറച്ചോ. ഈ ഇപ്പം എത്ര ആയിട്ടുള്ള സമയം അപ്പോഴേക്കും വറക്കാൻ തുടങ്ങി അമ്മയല്ല ഞാനും. അമ്മ വേർപ്പൊരിച്ച് പൂന്തോരം അല്ല, അമ്മ വേർപ്പൊരിച്ച് പൂന്തോരം അമ്മ ഈ ഓറഞ്ച് പോലെ ആയിക്കൊണ്ടോ. ഞാനതുപോലെ ഞാൻ കരുത്തി വണ്ടി പാസ്സായി പോയാൽ എങ്ങനെ ഉണ്ടാവും ആൾക്കാര്? അമ്മ അമ്മേ കാപ്പിടിയൊക്കെ കഴിഞ്ഞ് 1 മണിക്കൂർ റെസ്റ്റ് എടുക്കുമ്പോഴേക്കും എനിക്ക് വേണ്ടി ഇവിടെ നിൽക്കാൻ പറ്റുമോ? ഇപ്പൊ എന്താ വ്യത്യാസം അറിയാമോ? അമ്മ ഇച്ചിരി വേർത്തുനിന്ന് വെച്ചോ, ആ വേർപ്പ് ഒഴുകി ഇങ്ങനെ പോകുമ്പോ അമ്മ ഒന്നും കൂടി ഈ നിറം വെച്ച് ഈ സൂര്യനെ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു അമ്മ ബ്രൈറ്റ് ആവും. അതിന്റെ പകരം കേക്ക് അല്ല മുഴുവൻ കേക്കമ്മ. അത് ഞാനിവിടെ നിൽക്കുമ്പോ എങ്ങനെയാ പറയോ, ഈ കരുത്തി വണ്ടി പാസ്സായ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ മേലും കരി കൊണ്ട് പറഞ്ഞിട്ടുണ്ടാവില്ലേ? അപ്പൊ അതാണ് എൻ്റെ അമ്മയുടെ വ്യത്യാസം. മനസ്സിലായില്ലേ? നമ്മുടെ കൈയെല്ലാം വേർത്തു, അമ്മ തന്നെ വേർത്തു മൊത്തത്തില്. പക്ഷെ എന്നാലും പഴയ മോഡൽ വണ്ടി എൻ്റെ അമ്മ. എത്ര വേർത്താലും അതെന്ന് വെച്ചാൽ ഉദാഹരണം പറയാമാ. അല്ലെങ്കിൽ അമ്മ ഞാൻ പറയട്ടെ, എത്ര ബിൽഡിങ്ങുകൾ കെട്ടി ഈ നാട്ടില്. താജ്മഹലിന് തുല്യമായിട്ട് വേറെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? വേൾഡ്സ് വണ്ടർ എന്ന് പറയാൻ. അല്ലെങ്കിൽ ഒരു കുത്തുബ് മിനാറുണ്ട്, ഒരു താജ്മഹൽ ഉണ്ടെന്ന് പറയും പോലെ ഇതിനൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. എന്തുകൊണ്ടാണ്? അത് പഴഞ്ചനായതുകൊണ്ടാമ്മ. ഇപ്പൊ ഒരു താജ്മഹൽ കെട്ടട്ടെ, അതിന്റെ ഭംഗി ഉണ്ടാവില്ല. ഇന്നിപ്പോ എന്താ ഇന്നത്തെ എഞ്ചിനീയർമാരൊക്കെ വിചാരിച്ച, അല്ല ഇതൊന്നും കൂടി പറയേ, ഇന്നത്തെ എഞ്ചിനീയർമാരൊക്കെ വിചാരിച്ച ഒരു താജ്മഹൽ കെട്ടാൻ പറ്റില്ലേ? പറ്റിയായിരിക്കും. പക്ഷെ എന്നാൽ ആ താജ്മഹലിന്റെ അടുത്ത് വരാൻ പറ്റുമോ? അതാണ് കെട്ടി നോക്കിയാലല്ല, കെട്ടി നോക്കാൻ പറ്റാണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് പറയും. എന്നിട്ട് മൂപ്പർ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വണ്ടി കയറി അവരോടൊക്കെ താങ്ക്സ് പറഞ്ഞ് നല്ല വാക്കൊക്കെ പറഞ്ഞ് അവർക്ക് ആവശ്യത്തിനുള്ളതൊക്കെ കൊടുത്ത് അങ്ങനെ വണ്ടി കയറി ഇരുന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആള് ചോദിച്ചു, കൂടെയുള്ള ആള്, അന്നവരെ നിങ്ങൾ എങ്ങനെയാണ് ആ ഭക്ഷണം കഴിച്ചത്? എനിക്ക് തീരെ കഴിക്കാൻ പറ്റിയില്ല. അപ്പൊ നിങ്ങൾ കഴിക്കുന്നപ്പോ എനിക്ക് നിങ്ങൾ കഴിച്ചു, ഞാൻ കഴിക്കാണ്ടിരിക്കുക എങ്ങനെയെന്ന് വിചാരിച്ച് ഞാൻ കഴിച്ചതാണ്. അപ്പൊ പറഞ്ഞത് അതെ, അവരെത്ര ശ്രമപ്പെട്ടിട്ടായിരിക്കും ഒരു ഭക്ഷണം ഉണ്ടാക്കിയത് ഒന്ന്. പിന്നെ നമുക്ക് അവരത് ആ സ്നേഹം കൊണ്ട് ഭയഭക്തിയോടെ അത് നമുക്ക് വിളമ്പി തന്നു. അവരാ വിളമ്പുന്ന രീതിയൊക്കെ നീ കണ്ടില്ലേ? അപ്പോ ആ രീതിയിൽ അവർ നമുക്ക് വിളമ്പി നമ്മുടെ മുമ്പിൽ വെച്ചു. പിന്നെ ഞാനൊരു വലിയ നടനാണ് പറഞ്ഞിട്ട് എന്നെ കാണാൻ വേണ്ടി അവിടെ കുറെ ആൾക്കാരും കൂടിയിട്ടുണ്ട്. അവരൊരു ചെറിയ കട നടക്കുകയാണ്. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ആ ഭക്ഷണം നന്നല്ലാന്ന് പറഞ്ഞ് കഴിക്കാണ്ടിരുന്ന അവരുടെ ജീവിതത്തിൽ അത് ബാധിക്കില്ലേ?
രാജ്കുമാർ വന്നിട്ട് കഴിക്കാതെ പോയായിരുന്നു. ഇത് ഞാൻ അവിടെ പോയത് കഴിച്ചു. രാജ്കുമാർ വന്നിട്ട് കഴിച്ച ഒരു ഹോട്ടലാണ്, അവിടെ നിന്ന് ഭക്ഷണം അങ്ങനെ ഒരു പേര് അവർക്കുള്ളപ്പോൾ അവരുടെ ആ വ്യാപാരത്തിന് അത് നല്ലതാണ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഭക്ഷണമല്ലേ, അതിന് ഒരിക്കലും നമുക്ക് ഇന്ന സമയം എത്ര കാശുണ്ടായാലും ചില സമയത്ത് നമുക്ക് ഭക്ഷണം കിട്ടിയെന്ന് വരില്ല. അപ്പൊ ആ ഭക്ഷണം അത്രയ്ക്ക് വലിയ കഴിക്കാൻ പാടില്ലാത്ത രീതിയിലൊന്നും അത് കേടുവന്നിട്ടില്ല, കഴിക്കാം. അപ്പൊ അത് നമ്മൾ കഴിക്കണം. ആ ഭക്ഷണത്തിന് കൊടുക്കുന്ന ഒരു വിലയാണത്, വാല്യൂ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് കഴിച്ചത്. അപ്പോൾ അതാണ് മനുഷ്യൻ എത്ര വലിയവനായാലും ചെറിയവനായാലും ഭക്ഷണത്തിന് കൊടുക്കേണ്ട ഒരു വില കൊടുക്കണം. അതുപോലെ ചെറിയ സ്ഥാപനമായിക്കോട്ടെ വലുതായിക്കോട്ടെ അവരവിടെ ശ്രമപ്പെട്ട് നമ്മൾ കാശ് കൊടുത്തിട്ടാ കഴിക്കുന്നിട്ടാലോ അതിന് നമ്മളൊരു നമ്മുടെ കുറി ഒലിച്ചു വരുന്നുണ്ട് തുടച്ചോളൂ, അതിനും നമ്മളൊരു വില കൊടുക്കണം. അങ്ങനെ ആണ്, അതാണ്. അപ്പൊ അത്രയും വലിയ മനുഷ്യനാണ്. അവിടെ ലൊക്കേഷനിൽ അത്രയും നല്ല ഫുഡൊക്കെ വിട്ട് അവിടെ പോയി. എന്നാ പിന്നെ ഇത് വേണ്ട, ഇത്രയല്ലേ ഉള്ളൂ, ഞാൻ എന്തോ വിചാരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞു തിരിച്ചു വരാനല്ലോ. എന്നിട്ട് ആളത് വരാതെ അങ്ങനെയൊക്കെ. ഇതുകൊണ്ട് മനസ്സിലാവണ ഒരു കാര്യം എന്താ അറിയാമ, ഈ കഥ കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം, മനസ്സിലായ കാര്യം എന്താ അറിയോ, എത്ര ഉന്നതകളിലെത്തിയാലും നമ്മൾ മനുഷ്യനാണെന്നും നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യന്മാരെ നമ്മൾ ബഹുമാനിക്കുന്ന പറഞ്ഞ വ്യക്തി മാത്രമാണ് ഉന്നതങ്ങളിൽ എത്തുള്ളൂ. അല്ല, ഒന്നുമില്ലാണ്ടാണോ ആ മനുഷ്യൻ അത്രയും നല്ല മനസ്സില്ലെങ്കിൽ അത്രയും താഴ്ന്നതെന്നും അയാൾ ഉയർന്നു അത്രയും വലിയ കർണാടകം തന്നെ ദൈവത്തിനെ പോലെ ആരാധിക്കുന്ന ഒരു മനുഷ്യനായി മാറിയത്? അതാ പറയണത്, ഒരു അഭിനയം കൊണ്ട് മാത്രം ഒരാൾ അത്ര വലുതാവില്ലല്ലോ. മനസ്സിൻ്റെ ഉള്ളിൽ ആ നന്മകളുള്ളത് കൊണ്ട്, എളിമയുള്ളത് കൊണ്ട് മാത്രമാണ്. ഈ കഥ പറയാൻ കാരണം തന്നെ അതാണ്. കാരണം എന്താ പറഞ്ഞാൽ, ഒരു ഭക്ഷണത്തിനും കൂടി അത്ര ബഹുമാനം കൊടുത്തൊരു വ്യക്തി. അങ്ങനെ ആളുടെ വേറൊരു കഥ നമ്മൾ കേട്ടിട്ടില്ലേ, എന്തോ ഒരു സമ്മാനം കൊടുത്തത്? അതെന്തറിയോ, ഒരു ചെറിയൊരു ഒരു സ്ഥലത്ത് വന്നിട്ട് ആൾക്കൊരു ഷോൾ പതിപ്പിക്കും. നമ്മളിവിടെ എന്താ പറയാ, അല്ല സോറി, പൊന്നാട. അയ്യോ, എന്തൊരു വലിയ തെറ്റാണ് പൊന്നാട. അയ്യോ, ഒന്ന് പറയും, ഞാൻ ഏതോ പേര് പറഞ്ഞു, അതൊന്നൊന്നര പൊന്നാട. അല്ല, അങ്ങനെയൊന്നും ഉണ്ട്. അത് പതിപ്പിക്കുന്ന സമയമാകുമ്പോ ആൾക്കാർ പതിപ്പിച്ചോളും. പെട്ടെന്ന് എനിക്ക് വായിൽ അതാ വന്ന്. അവരത് ഇങ്ങനെ വെക്കുമല്ലോ ഒരു സ്ഥലത്ത്. അപ്പൊ അത് കൂടെ ആളുടെ ഭാര്യ എപ്പോഴും കൂടെ ഉണ്ടാവുമല്ലോ, പാർവതമ്മ. അപ്പൊ അവര് പോയി, എല്ലാവരും വണ്ടിയിൽ കയറി പോയി കുറച്ചൊരു 25-30 കിലോമീറ്റർ പോയിട്ടത്രേ. അപ്പൊ ആളിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോ ഈ സാധനം അതിലില്ല. അത് വേറെ എണ്ണം ഇല്ല, അതാണ്. അപ്പൊ ഇയാളവിടെ എത്ര പേരിട്ടൊക്കെ എണ്ണി വെച്ചിട്ടുണ്ട്. അതന്നെ, അതാ. അപ്പൊ അത് കാണാൻ ഒരെണ്ണോ രണ്ടെണ്ണൊക്കെ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അന്ന് നമ്മുടെ അച്ഛനുണ്ട് ആ സമ്മാനം കൊടുക്കുന്ന സ്ഥലത്ത് അല്ലേ, അവരൊക്കെ കൂടിയിട്ടാണ് ഈ ഒരു. അപ്പൊ എന്താ അറിയോ, അവിടെ അത് കാണാനില്ല. അപ്പൊ വേഗം വണ്ടി നിർത്താൻ പറഞ്ഞു. അതെ, എനിക്ക് സമ്മാനം കിട്ടിയ പൊന്നാടയിൽ 1-2 അവിടെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അത് ഇനിയിപ്പോ അവിടെ പെട്ടിട്ടുണ്ടാവും, സാരല്ലേ പോവാന്ന്. അപ്പൊ ആള് പറയത്ര, അത് പറ്റില്ല, എന്നെ സമ്മാനിച്ചതാണത്, അതിന് ഞാൻ മതിപ്പ് കൊടുക്കാണ്ട് പോയതല്ലേ അതിന്റെ അർത്ഥം. അത് ഒരിക്കലും ഇല്ല, അതിന്റെ വില മതിക്കാനാവാത്തതാണ്. അതുകൊണ്ട് എനിക്ക് അത് ഇപ്പൊ പോയി എടുക്കണം. അപ്പോഴേക്കും ജനങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു, സംഘാടകർ മാത്രം കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും കൂടി അത് ആ സ്റ്റേജിന്റെ മുക്കിലിട്ടുണ്ട്. അവിടെ ഒരു മുക്കിലിങ്ങനെ ഉണ്ട്. ആൾക്കാർ വിചാരിച്ചു ആൾക്ക് കൊടുത്തത് ആള് കൊണ്ടുപോയിട്ടുണ്ടാവും. ഇത് ഏതാണോ കൊണ്ട് അവിടെ ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല. വേഗം ആളെ സ്റ്റേജിൽ കയറിയപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്, സംഘാടകരൊക്കെ ഉണ്ട്. അപ്പൊ വേഗം പോയിട്ട് അതെടുത്തു, തൊട്ട് നമസ്കരിച്ച് വണ്ടിയിൽ കൊണ്ടുവച്ചു, നമസ്കരിച്ച് കൊണ്ടുവന്നു. അപ്പൊ കൊണ്ടുവന്നിട്ട് അപ്പൊ പറഞ്ഞു ഇത്രയും. അപ്പൊ അയ്യോ ഒന്ന് വിളിച്ചു പറയാനൊന്നുമില്ലല്ലോ, അന്ന് മൊബൈലൊന്നും ഇല്ല. അപ്പൊ അയ്യോ ഇതിനു വേണ്ടിയിട്ടാണോ വന്നത് എന്ന് വെച്ചപ്പോ, ഇതിനു വേണ്ടിയിട്ടാണോ എന്ന് ഒരിക്കലും ചോദിക്കരുത്, ഇത് അവരിഷ്ടപ്പെട്ട് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് എന്നെ അറിയിച്ചത്. എനിക്ക് തന്ന ബഹുമാനം, സമ്മാനം. സ്വർണത്തിന്റെ വേണമെങ്കിൽ ഉണ്ടാക്കി എനിക്ക് ഇടാം, പക്ഷെ അതല്ല, അതിന് ഈ വില ഉണ്ടാവില്ല. അവരുടെ സ്നേഹമാണ്. അത് ഞാൻ തിരസ്കരിച്ചിട്ട് പോയ പോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. ഇന്നത് കിട്ടിയത് കൊണ്ട് എനിക്കിന്ന് ഉറങ്ങാൻ പറ്റും, ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഉറങ്ങില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഇരുന്ന് ചിലർക്കൊന്നും ഇതിന്റെ അർത്ഥം മനസ്സിലായില്ല. എന്റെ അച്ഛനടക്കം മനസ്സിലായില്ല. നിന്റെ അച്ഛനടക്കം പറയാ, യു രാജ്കുമാർ ഇത്ര വലിയ ആളാന്ന് ഷോറിന് വേണ്ടി തിരിച്ചു വന്നത്.
തിരിച്ചു വന്നിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഷോളിന് വേണ്ടിയിട്ടല്ല മോനേട്ടാ, അത് ആള് ആ ഇതിന് കൊടുത്ത വിലയാണ്, അത് മനസ്സിലാക്കുന്നത്. അല്ലാണ്ട് ആൾക്ക് അങ്ങനത്തെ 1000 ഷോള് മേടിക്കാനുള്ള കഴിവുള്ള മനുഷ്യരാണ്. 1000 അല്ല, എത്ര വേണമെങ്കിലും മേടിക്കാം. അല്ല 20 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന പൈസ ഉണ്ടെങ്കിൽ വേറെ പുതിയത് മേടിച്ചിട്ട് അടക്കം വീട്ടിൽ പോവാ. അപ്പൊ ആ കൊടുത്ത അതിന്റെ ഒരു സ്നേഹമാണത്. അത് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞിട്ടൊന്നും വഴക്കൊടിയില്ലേ. പിന്നീട് അത് വലിയൊരു സംഭവം ഇതായി മാറി എല്ലാവരുടെ ഇടയിലും അല്ലേ. അപ്പോഴാണ് അതിന്റെ വില മനസ്സിലായത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇന്ന് കാശ് കിട്ടി, ഇന്നൊക്കെ ഞാനിപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് ജീവിക്കുകയാണെന്ന് ചോദിച്ചാൽ ഉദാഹരണത്തിന് എന്നെ തന്നെ എടുക്കാം. വേർത്തമ്മ തുടച്ച മുഖമൊക്കെ എന്താ പറയുക, ഈ സമയത്ത് ഇങ്ങനെയാണെങ്കിൽ ചാറൽ മഴ പെയ്തില്ലേ അമ്മ, അതിൻ്റെ അപ്പോൾ ഉച്ച നേരത്താണെങ്കിൽ അമ്മ എന്തായാനെ അമ്മ പരിപ്പുവടയാനെ, പരിപ്പുവട തുടച്ചോ. അപ്പം എന്താ പറയുക ഈ 9:30 ഇപ്പം ആയുള്ളൂ. ഇപ്പോൾ തുടങ്ങിയിട്ട് എത്ര നേരമായി? ഏതാണ്ടൊക്കെ 20 മിനിറ്റ് അല്ലേ ആയിട്ടുള്ളൂ. 9:20 അല്ലേ ആയിട്ടുള്ളൂ. അത് പോയി, കുങ്കുമൊക്കെ പോയി, കുഴപ്പമില്ല. അപ്പോൾ എന്താ പറയുക ഈ സമയത്ത് അമ്മ ഇങ്ങനെ വേർക്കേണ്ട കാര്യം കാരണം ചാറൽ മഴയാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇന്നിപ്പോൾ ഒന്നുമില്ലാത്തൊരുത്തൻ പെട്ടെന്ന് പൈസക്കാരനാവാന്ന് വെച്ചോ, അവൻ ഇന്നലെകൾ ഒരിക്കലും ചിന്തിക്കില്ല. അവൻ ഇന്ന് പൈസയുള്ള ആൾക്കാരായിട്ട് കൂട്ടുകൂടി അവൻ 5 സ്റ്റാർ ഹോട്ടലിലെ പൂളിലും അവിടെ ഭക്ഷണം കഴിക്കുള്ളൂ, തട്ടുകടകളിലൊന്നും അവൻ കയറില്ല. പിന്നെ അവൻ കുടിക്കുന്ന വെള്ളത്തിൽ മിനറലാണോ നോക്കും. അങ്ങനെ എല്ലാ കാര്യത്തിലും അവൻ വ്യത്യാസം വരുത്തും. എങ്ങനെ ജീവിച്ചു പകുതി വയസ്സ് വരെ ഒന്നും ചിന്തയുണ്ടാവില്ല. കാശ് കിട്ടി അന്ന് മുതൽ മാറുന്ന ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ അന്ന് മുതൽ പൈപ്പിലെ വെള്ളം കുടിക്കില്ല, മുനിസിപ്പാലിറ്റിയിലെ വെള്ളം കുടിക്കില്ല, കിണറ്റിലെ വെള്ളം കുടിക്കില്ല, മിനറൽ വാട്ടറിലെ കുടിക്കുള്ളൂ, അതിലുള്ള കുളിക്കുള്ളൂ. മനസ്സിലായില്ലേ? ചില വീടുകൾക്ക് പോയിട്ട് അവിടുത്തെ വെള്ളം ശരിയില്ല എന്ന് പറഞ്ഞാൽ വെള്ളം മേടിപ്പിച്ചു കൊണ്ടൊന്ന് കുടിച്ച ആൾക്കാരടക്കം ഉണ്ട്. അതുപോലെ കിണറ്റിലെ വെള്ളം കൊണ്ട് എനിക്ക് കുളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മിനറൽ വാട്ടർ കൊണ്ട് കുളിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരൊന്നും ജനിക്കുമ്പോൾ പൈസയും കൊണ്ട് വന്നവരല്ല, പെട്ടെന്ന് പൈസ ഉണ്ടായ ആൾക്കാരെന്ന് പറയില്ലേ അത്. അപ്പോൾ അതെങ്ങനെയാന്ന് പറഞ്ഞാൽ എന്തോ പറയില്ലേ, നിറകൂടം തുളുമ്പില്ല എന്ന് പറയും പോലെ ജനിക്കുമ്പോൾ തന്നെ കാശുണ്ടായ ആൾക്കാരല്ല, പെട്ടെന്ന് എന്തോ ഭാഗ്യവശാൽ കുറച്ച് ലോട്ടറി അടിച്ചിട്ടോ അങ്ങനെ എങ്ങനെ കാശ് കിട്ടില്ലേ. അങ്ങനെയുള്ള ചിലരുടെ അഭ്യാസങ്ങളാണ്. അവരൊക്കെ ഇത് കണ്ടുപിടിക്കേണ്ട കാര്യമാണ് അല്ലേ. ഇങ്ങോരും ഒന്നും ഇല്ലാത്തവിടെ വന്നാണ്. അതുപോലെ ആളുടെ വേറെ ഏത് വലിയ വലിയ ഫംഗ്ഷനൊക്കെ പൊക്കോട്ടെ, ഒരു വെള്ളമുണ്ടും വെള്ള ഷർട്ടെല്ലാം ഉണ്ട്. അത് ലണ്ടനിൽ പോവാണെങ്കിൽ എല്ലാ നടന്മാരും ഫുൾ ഷൂട്ടൊക്കെ ആയിട്ട് വന്നിട്ടിരിക്കുന്നിടത്ത് ആളൊരു വെള്ളമുണ്ട് ഒരു വെള്ള ഷർട്ടും എന്നും ഞാൻ ചെറുപ്പം തൊട്ട് കണ്ടിട്ടുള്ളതാണ്. ഒരു മരണം വരെ അതന്നെ ഏത് ഇനിയിപ്പോ ഏത് അമേരിക്ക പോയാലും അതേ ഡ്രസ് തന്നെ. അല്ലാണ്ട് ആള് ഒരു ഡ്രസ്സിൽ. പക്ഷെ എന്താ ഒരു പ്രത്യേകത പറഞ്ഞാൽ 5 സ്റ്റാർ ഹോട്ടലിനൊക്കെ അതിൻ്റെ ഒരു ഡ്രസ് കോഡ് ഉണ്ടല്ലോ. പക്ഷെ രാജ്കുമാറിനോട് ആരും പറഞ്ഞിട്ടില്ല, കാരണം ഇന്ന ഡ്രസ് കോഡ് ഇല്ലാണ്ട് നിങ്ങൾ കയറാൻ പാടില്ല. അത് വല്ലാത്തൊരു അതിശയമാണ്. അത് ഇന്ത്യയിൽ എവിടെ പോയിട്ടും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയത്. ഒരുപാട് നടന്മാരെ ഡ്രസ് കോഡ് ഇല്ലാത്തതുകൊണ്ട് പുറത്ത് നിർത്തിയിട്ടുണ്ട്. അതറിയാം അമ്മയ്ക്ക്. ഈ ഹോട്ടലിന് ഇങ്ങനെ ഡ്രസ് കോഡ് വേണം, അതില്ലാണ്ട് ഉള്ളിലേക്ക് വരാൻ പറ്റില്ല. പക്ഷെ ഇങ്ങോട്ട് അതും കൂടി ചെയ്തിട്ടില്ല. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ മനുഷ്യൻ വലുതാവണത് കാശും കൊണ്ടല്ല. സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആൾ ഇടാത്ത ഡ്രസ്സുകളില്ല. സിനിമയിൽ എല്ലാ ടൈപ്പ് ഡ്രസ്സുകളും എല്ലാ ടൈപ്പ് അങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും ലളിതമായ ജീവിതം, ലളിതമായ ഇതാണ്. നിലത്തിരുന്ന മിക്കവാറും ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം ആളുടെ വീട്ടിൽ ടേബിളിൽ ഇരിക്കുകയില്ല, നിലത്തിരുന്നിട്ട് ഭക്ഷണം കഴിക്കുള്ളൂ. അങ്ങനെ ഒരു സരളമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഡോക്ടർ രാജ്കുമാർ. അപ്പോൾ ഈ സരളമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയെ പറ്റി പറയാൻ കാരണം എന്താ പറഞ്ഞാൽ, എല്ലാം മതിമറന്ന് ജീവിതത്തിൽ ഉള്ളത് മുഴുവൻ ദൂത്തെടുത്ത് നമുക്കിനി ഒന്നും വേണ്ട, ജീവിതം മുഴുവൻ എൻജോയ് ചെയ്യാനുള്ളതാണ് മാത്രം. അത് എന്തോ ആയിക്കോട്ടെ, അവനവൻ്റെ കാശ് എൻജോയ് ചെയ്യുക ഒക്കെ ചെയ്യുക, ജനങ്ങൾ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തികളടക്കം മറന്നുപോയിട്ട് അഹങ്കാരം കൊണ്ട് മതിമറന്നു പോകണ ഈ ലോകത്ത് ഇങ്ങനെ ചില മനുഷ്യന്മാർ എങ്ങനെ ലോകപ്രസിദ്ധരായി എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയാണ്. അപ്പോൾ പൈസയല്ല ഒരാളിനെ വലുതാക്കണത്. രാജ്കുമാറിനെക്കാളിലും പൈസയില്ല എത്ര ആൾക്കാരുണ്ട്. എന്തുകൊണ്ട് രാജ്കുമാറിൻ്റെ സ്ഥാനത്തേക്ക് അവരൊന്നും വന്നില്ല? എന്തുകൊണ്ട് കർണാടക 2 പേര് വിളിക്കുമല്ലോ, അപ്പാജിന്ന് വിളിക്കും. അപ്പാജിന്ന് വിളിച്ച അച്ഛൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അച്ഛന് തുല്യം അപ്പാജി. അണ്ണവർ എന്ന് പറഞ്ഞാൽ ആ പേരിനോടൊപ്പം വിളിക്കുന്നൊരു വിളി, ഒരു ഏട്ടെന്നൊരു ബഹുമാനം വെച്ചിട്ട്. ഇതൊക്കെ കിട്ടാൻ ദൈവങ്ങളുടെ സ്ഥാനത്ത് ആളിനെ വെക്കാൻ കാരണം എന്താണ് അല്ലേ? അപ്പോൾ അതിനൊക്കെ കാരണം ലളിതമായ ജീവിതം. അഭിമാനികളെ ഒരു ദിവസം ഇങ്ങനെ മാറി നിൽക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? മരണം വരെ കേട്ടില്ല. എത്ര തിരക്കുണ്ടെങ്കിലും ഏത് ജനക്കൂട്ടത്തിന് മുമ്പത്ത് തലകുരിഞ്ഞ് വിനയത്തോടു കൂടി ജീവിച്ചു. മക്കളോട് പറഞ്ഞു കൊടുത്ത ഒരേ ഒരു കാര്യമാണ്, അഭിമാനികളാണ് ദൈവം, അവരാണ് ഞാൻ കാരണം. പുനീത് രാജ്കുമാർ ലോകപ്രസിദ്ധമായ ഒരു വ്യക്തിയായി മാറി. ദാനധർമ്മം, അനാഥ മക്കൾ, വൃദ്ധാശ്രമം, അങ്ങനെ എല്ലാം കൊണ്ടും ലോകം കണ്ടതിൽ ഏറ്റവും വലിയൊരാളായിട്ട് മാറി.
എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടനാണ് കന്നഡത്തില്. ഇതേവരെ മറ്റൊരാളെ നമുക്ക് ഇഷ്ടപ്പെടാൻ തോന്നിയിട്ടില്ല. അതായത് നന്നല്ല എല്ലാ അതായത് ജീവിതത്തിലും സിനിമയിലും ഒക്കെ ഒരേപോലെയുള്ള ഒരു നടനൊക്കെ പറയില്ലേ, അതുപോലെ ഒരു വ്യക്തിത്വമായിരുന്നു ആളുടെ സ്വഭാവം, അതേപോലെ ആയിരുന്നു. അതുകൊണ്ടാണ് മൂപ്പറിന് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഒരാളും കൂടി ഉണ്ട് തമിഴിൽ, എംജിആർ. ആളും അങ്ങനെയാണ്, ജീവിതത്തിലും സിനിമയിലും ഒക്കെ ഒരേപോലെ. അങ്ങനെയുള്ള ചില വ്യക്തിത്വങ്ങളെ നമ്മൾ അറിയാതെ ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും. അപ്പോൾ ഇവരൊക്കെ ഒരു ഉദാഹരണ പുസ്തകം പോലെയാണ്, നമുക്കൊക്കെ ഒരു എക്സാമ്പിളാണ്. കാരണം ഇങ്ങനെയും മനുഷ്യന്മാരുണ്ടാവും എന്നുള്ളത്. ഇന്ന് അഹങ്കരിക്കുന്നവരും 4 പൈസ വന്നതുകൊണ്ട് ബന്ധങ്ങൾ മറക്കുന്നവർ, അല്ലെങ്കിൽ നമ്മളെക്കാളും താഴെയുള്ളവനെ കണ്ട് പുച്ഛിക്കുന്നവർക്കൊക്കെ ഇതൊരു പാടാണ്. ഈ വ്യക്തിനെക്കാളും പൈസ ഉള്ള എത്രയോ വ്യക്തികൾ ആ സ്റ്റേറ്റിലും ഉണ്ട്, ഇന്ത്യ മുഴുവനും ഉണ്ട് അല്ലേ. എന്നിട്ടും കൂടി അപ്പോൾ ഇതാണ് ഇന്നത്തെ ഉണക്കമീനും വെണ്ടയ്ക്കും കൂടിയിട്ട് കറി. ഇത് കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ഞാനിതാ ഉണക്കമീൻ വറക്കണമുണ്ട് കുറച്ച്, പിന്നെ ഇത്തിരി പയറുപ്പേരും വെക്കുന്നുണ്ട്. അതൊക്കെ പെട്ടെന്ന് കഴിയുമല്ലോ. അപ്പോൾ കറിയായി. ഒരു മിനിറ്റ് ഞാൻ പൂർത്തീകരിച്ചില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു വ്യക്തിയുടെ കഥ എന്ന് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഒരുപാട് സമ്പത്ത് വരുമ്പോൾ ബന്ധങ്ങളെ മറന്ന്, സുഹൃത്തുക്കളെ മറന്ന്, ചുറ്റുവട്ടങ്ങളെ മറന്ന് പുതിയ പുതിയ ബന്ധങ്ങളെ തേടിപ്പോയി പുതിയ ലോകത്ത് ചെന്ന് എത്തിപ്പെടുന്ന പുത്തൻ പണക്കാർ ഒന്ന് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ വലിയവനാവണമെങ്കിൽ വലിയ മനസ്സിൻ്റെ ഉടമയാവണം, അല്ലാണ്ട് കാശിൻ്റെ ഉടമയായതുകൊണ്ടൊന്നും ആരും വലുതാവില്ല. ഈ രാജ്കുമാറിനെക്കാളിലും കൂടുതൽ കാശുള്ള എത്രയോ ആൾക്കാരുണ്ട്, അവരൊന്നും രാജ്കുമാർ എടുത്ത പോലത്തെ പേരെടുത്തിട്ടില്ല. ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരൊക്കെ ആ ഉന്നതങ്ങളിലെത്താൻ, ആ സ്ഥാനത്തെത്താൻ കാരണം അവർ ഈ സമൂഹത്തിന് കൊടുത്തൊരു വിലയാണ് അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് ഈ കഥ പറഞ്ഞത്. അപ്പോൾ എന്താ പറയാൻ വന്നു? അപ്പോൾ ഇപ്പോൾ ഈ കറി ഞാൻ വെച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ വരികയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം, ഊണ് വയ്ക്കുക. പിന്നെ ഈ മീൻ വറുത്തും തരാം, കുറച്ച് പയറുപ്പേരിയും വെച്ചിട്ടുണ്ട്, പിന്നെ അച്ചാറും തൈരും ഒക്കെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് ചോറ് തരാം. കുറേ ദിവസമായിട്ട് ഞാൻ നിങ്ങളെ വിളിച്ചിട്ടില്ല. അപ്പൊ ചിലർ ചോദിക്കുന്നുണ്ട് എന്താ ഇപ്പൊ വിളിക്കാത്ത. അത് വേറൊന്നുമല്ല, ഞാനുള്ള സത്യം പറഞ്ഞുതരാം. ഈ വേർത്ത് കുളിച്ച് ഈ നേരം വരെ ഇപ്പം കണ്ടില്ല നമ്മുടെ അവസ്ഥ. 3-4 പ്രാവശ്യം തുടച്ചു വന്നാലോ മഴയത്ത് കുളിച്ചു വന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ നിൽക്കുന്നത്. ആ പാവം മറന്നു പോവുകയാണ്, ചൂട് സഹിക്കാൻ പറ്റാണ്ട്. ഇത് രാവിലെ ആയതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഉച്ചക്കൊക്കെ ആണെങ്കിൽ തലചുറ്റി വീഴുമെന്നും കൂടി സംശയം. ഉച്ചക്കൊന്നും നിൽക്കാനേ പറ്റില്ല. ചില ദിവസം എന്ത് ചെയ്യറിയോ, കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും. അപ്പൊ എനിക്ക് പിന്നെ ഇത് വെക്കാനേ തോന്നില്ല. അപ്പൊ എന്താ ചെയ്യാറിയോ, അവര് തൈരൊക്കെ കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കുകയാണ്, എന്തെങ്കിലും ഉള്ളത് കൂട്ടിയിട്ട്. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ. അതൊക്കെ ചെയ്യും. അപ്പൊ എല്ലാവർക്കും വിളിച്ചല്ലോ. വിളിച്ചു. അപ്പൊ എല്ലാവർക്കും ബൈ.